ഹലോ എവ്രിവൺ, മുഫീദ, യുവർ മൈൻഡ് ലൈഫ് ട്രാൻസ്ഫോർമേഷണൽ കോച്ച്. നമ്മുടെ മാജിക്കൽ പ്രാക്ടീസിന്റെ 22ാമത്തെ ദിവസമാണ് ഇന്ന് വന്നെത്തിയിട്ടുള്ളത്. പ്രാക്ടീസ് വളരെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ആളുകളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുത്താൻ അവർക്ക് സാധിക്കുന്നുണ്ട്. കാരണം എന്ത് കാര്യത്തിലാണോ ഇപ്പൊ നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല, ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, ഇന്ന പ്രശ്നങ്ങളാണ്, റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് ആണ്, ഫാമിലി പ്രോബ്ലംസ് ആണ്, അല്ലെങ്കിൽ എനിക്ക് എന്നെ തിരിച്ചറിയാനും പറ്റുന്നില്ല, എനിക്ക് എന്നെ സമാധാനിപ്പിക്കാനും സന്തോഷം കണ്ടെത്താനും പറ്റുന്നില്ല, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള പ്രാക്ടീസ് ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞു ഒരുപാട് സന്തോഷം. അപ്പൊ ഈ 28 ഡേയ്സ് ഇതുവരെ ഫോളോ ചെയ്ത ആളുകൾ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. നമ്മൾക്കിപ്പോ ഏതൊരു കാര്യത്തിനും തുടരുക, തുടർന്നുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് അതിന്റെ ലോ എന്ന് പറയുന്നത്. എന്തൊരു കാര്യത്തിന്റെയും ലോ എന്ന് പറയുന്നത് തുടരുക, തുടർന്നുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് തുടർന്നുകൊണ്ടേ ഇരിക്കുക. നിങ്ങളുടെ ലൈഫിൽ നമ്മളിപ്പോ എന്തെങ്കിലും ചെയ്ത് നമ്മൾ അതിന്റെ റിസൾട്ട് എക്സ്പെക്ട് ചെയ്യുന്ന, അതായത് എന്തായിരിക്കും എന്റെ ലൈഫിൽ എന്നുള്ളത്, ആ ക്യൂരിയോസിറ്റി എലമെന്റോട് കൂടി നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും യാതൊരു ഡൗട്ടോ ഫിയറോ ഇല്ലാതെ പറഞ്ഞ കാര്യങ്ങൾ അത്ര കൃത്യമായിട്ട് ചെയ്യുമ്പോൾ ലൈഫിൽ എന്തായാലും മാറ്റങ്ങൾ കൊണ്ടുവരും. കാരണം നമ്മൾ നമ്മൾക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു ക്ലാരിറ്റി നമ്മൾക്ക് കിട്ടാതെ ഇരിക്കൂല. ലൈഫില് ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യണം, ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഇത്തരത്തിലുള്ള പ്രാക്ടീസുകൾ ചെയ്ത് മനസ്സിനെ നമ്മളുടെ ആ ഒരു ഗ്രേറ്റ്ഫുൾ സ്റ്റേജിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഗ്രാറ്റിറ്റ്യൂഡ് ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് അറിയാം അവരുടെ ലൈഫിൽ അബണ്ടൻസ് ആയിരിക്കും ലൈഫിന്റെ ഏതൊരു ഏരിയയിലും. അതല്ലാതെ നിങ്ങൾ ഉള്ളതിൽ അൺഗ്രേറ്റ്ഫുൾ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫും അതുപോലെ തന്നെ ചുരുങ്ങിയ അവസ്ഥയിലായിരിക്കും, അല്ലെങ്കിൽ പട്ടിണിയും ദാരിദ്ര്യത്തിലേക്കും പോയിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അത് ഏത് കാറ്റഗറിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഞെരുക്കം അനുഭവപ്പെടുന്നുള്ളതാണ് ഉള്ളതിൽ ഗ്രേറ്റ്ഫുൾ ആവാത്തവർക്ക്. നമ്മളിപ്പോ ഈ ഒരു പ്രാക്ടീസിന്റെ തലത്തില് ഗ്രാറ്റിറ്റ്യൂഡിന്റെ പല തലങ്ങൾ പറഞ്ഞു, ഓരോ ഏരിയ എടുത്തിട്ട് പറഞ്ഞു, അതുപോലെ അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങളിൽ പറഞ്ഞു, അതുപോലെ റിലേഷൻഷിപ്പ് ഹീലിംഗ് പറഞ്ഞു, ഹെൽത്ത് ബ്ലെസ്സിങ്സിന് വേണ്ടിയിട്ട് പറഞ്ഞു, അങ്ങനെ ഒരുപാട് ഏരിയ നമ്മൾ കവർ ചെയ്തു. അപ്പൊ ഇന്നത്തെ നമ്മൾ പ്രാക്ടീസ് എന്ന് പറയുന്നത്, നമുക്കറിയാം ഇതുവരെ നമ്മൾ ചെയ്തതൊക്കെ നമ്മളെ ലൈഫിനുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇത് എന്തുകൊണ്ട് എനിക്ക് റിസൾട്ട് കിട്ടുന്നില്ല, എന്തിനും നമുക്ക് ക്ലാരിറ്റി കിട്ടുന്നില്ല എന്ന് പറയുന്ന ആളുകൾക്ക് അവര് എന്താണോ ആഗ്രഹം അതിലല്ല അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രശ്നങ്ങളിൽ ചിന്തിക്കുന്നവരുടെ ലൈഫിൽ പ്രശ്നങ്ങളാണ് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താവാനാണ് ആഗ്രഹം, എന്തിലേക്കാണോ എത്തിപ്പെടേണ്ടത് എന്ന് ചിന്തിക്കുന്ന ആളുകൾക്കാണ് അതിലേക്ക് എത്തിപ്പെടാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നത് വേണ്ടാത്ത കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടാണ്. അപ്പോൾ ചിന്തയിലൂടെ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിലും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ലൈഫിൽ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ റിയാലിറ്റിയിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഓൾറെഡി നിങ്ങളെ മനസ്സിൽ ചിന്ത കൊണ്ട് വന്നിട്ടുള്ളതാണ്. അപ്പോ ചിന്തയിൽ അതുപോലെ ക്ലാരിറ്റി വരുത്തി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള എന്താണോ നിങ്ങൾക്ക് ആഗ്രഹം, എന്തിലേക്കാണോ നിങ്ങൾക്ക് എത്തിപ്പെടേണ്ടത്, ആ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അവിടെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. നമ്മളെ ഫോക്കസ് എപ്പോഴും എന്തായിരിക്കണം, എവിടെ എത്തിപ്പെടണം, എന്തായിരിക്കണം എന്നുള്ള ഒരു ക്ലാരിറ്റി. ഇപ്പോൾ റിയാലിറ്റിയിൽ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക, അതിൽ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ അവസ്ഥ ഒരിക്കലും മാറാനും കഴിയൂല. നമ്മൾ ആ അവസ്ഥയിൽ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കാൻ ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ കണ്ടിന്യൂ ചെയ്യണം, കണ്ടിന്യൂ ചെയ്യുമ്പോഴാണ് അതിൽ വിജയം കിട്ടുക, അതിലൊരു റിസൾട്ട് കിട്ടുക. അതല്ലാതെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക പിന്നെ എന്ന് എനിക്കത് റിസൾട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ആ റിസൾട്ട് കിട്ടാത്ത അവസ്ഥയാണ് നമ്മളെ എന്താ തുടർന്ന് കൊണ്ടുപോകുന്നത് എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ആയിരിക്കും തുടർന്ന് കൊണ്ടുപോകുന്നത്. നമ്മളെ ഇന്റൻഷൻ എപ്പോഴും എന്തായിരിക്കണം, എന്തിലേക്കാണ് നമുക്ക് എത്തിപ്പെടേണ്ടത്, അതിന്റെ ഇപ്പോൾ പർപ്പസ്ഫുള്ളി നമ്മൾ ചെയ്യുന്നതും ഒരു ഇന്റൻഷനും ഇല്ലാതെ എന്തിനോ വേണ്ടി ആർക്കോ ചെയ്യുന്നതും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് ഇന്നത്തെ നമ്മളെ ഗ്രാറ്റിറ്റ്യൂഡിന്റെ പ്രാക്ടീസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫില് എന്താവാനാണ്, എന്തിപ്പോ എന്റെ ലൈഫിൽ ഞാൻ ഒരു ചിന്തയിൽ ക്ലാരിറ്റി വരുന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ നേടിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. എന്റെ ലൈഫ് എക്സ്പീരിയൻസ് തന്നെയാണ് ഇത് ഇത്തരത്തിലുള്ളത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഞാൻ തയ്യാറായിട്ടുള്ളത്. കാരണം ലൈഫിൽ ഇത്തരത്തിലുള്ള ഒരു മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് നമ്മൾ പോലും അറിയാതെ വലിയ വലിയ ചേഞ്ചസിലേക്ക് അത് കാരണമാവുന്നുള്ളതാണ്. എല്ലാത്തിന്റെയും കോറ് സീക്രട്ട് എന്ന് പറയുന്നത് ഈ അതിന്റെ ഒറ്റൊരു ടൂളാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോ
നമ്മളെ ലൈഫിൽ ഇപ്പോൾ എന്ത് കാര്യം സംഭവിക്കുമ്പോൾ നമ്മൾക്ക് ഓൾറെഡി നമ്മളെ ഉള്ളിലുള്ള അനുഭവങ്ങളും സാഹചര്യങ്ങളും വെച്ചിട്ട് നമ്മൾ അതിനെ വിലയിരുത്തും. അല്ലെങ്കിൽ ഇപ്പോ എന്താ നമ്മളെ വീട്ടിൽ നമ്മളെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വിളിക്കുക, അല്ലെങ്കിൽ എന്താ നമ്മളെ നമ്മളെ HOD അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിക്കുന്ന സാറുമാരൊക്കെ എന്തെങ്കിലും ആവശ്യത്തിന് വിളിക്കുമ്പോഴത്തേനൊക്കെ നമുക്ക് ഉള്ളിൽ ഭയം നേരിടുന്നത് നമ്മൾ അവരിൽ നിന്നുള്ള എക്സ്പീരിയൻസ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അവർ സമ്മതിക്കൂല, അല്ലെങ്കിൽ അവർ നമ്മളെ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ അവർ നമ്മളെ ട്രീറ്റ് ചെയ്യൂല. അങ്ങനെ ഒരുപാട് ഉൾഭയങ്ങൾ നമ്മളിൽ ഉണ്ടായത് കൊണ്ടാണ് പല കാര്യങ്ങളും നമുക്ക് ആക്ഷൻ എടുക്കാൻ പറ്റാത്തതും ഉള്ളിൽ സ്റ്റക്കുകൾ അനുഭവിക്കുന്നത്. അത് നമ്മളെ റിയാലിറ്റിയില്, അതായത് നമ്മളെ മനസ്സില് അത്തരത്തിലുള്ള അനുഭവങ്ങളും സാഹചര്യങ്ങളും നമ്മൾ കേട്ടിട്ടുള്ള, നമ്മൾ കണ്ടിട്ടുള്ള അനുഭവങ്ങളാണ് നമ്മൾ ഉള്ളിൽ ഫിയർ ആയിട്ട് സംഭവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് റിയാലിറ്റിയിൽ സംഭവിക്കുമോ, അത് സംഭവിക്കാം, ഇനിയിപ്പോ ഇത് കിട്ടുമോ, ഇപ്പൊ ഒരു എക്സാം വരികയാണെങ്കിൽ ഇതിപ്പോ എനിക്ക് കിട്ടുമോ, അല്ലെങ്കിൽ എക്സാം പാസ്സാവോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് അറ്റൻഡ് ചെയ്താൽ റെഡി ആവോ, അങ്ങനെ ഇത്തരത്തിലുള്ള വേണ്ടാത്ത ആവശ്യങ്ങൾ നമ്മൾക്ക് ഇങ്ങനെ ചിന്തയായിട്ട് പോകും. അല്ലെങ്കിൽ ഇപ്പൊ ഒരു എന്തെങ്കിലും ഒരു ആദ്യമായിട്ട് ചിലവരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, 2 വർഷമായി ലൈസൻസ് ഒക്കെ എടുത്തിട്ട് പക്ഷെ ഇതുവരെ വണ്ടി ഓടിച്ചിട്ടില്ല. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ എലമെന്റ് ഉണ്ടാവുക. അതിന് ആ ഒരു പേടിക്ക് കാരണം എന്തെങ്കിലും ഒരു അനുഭവം, എന്തെങ്കിലും ഒരു സാഹചര്യം, അല്ലെങ്കിൽ അവർ കണ്ടുകൊണ്ട് എന്തെങ്കിലും ആക്സിഡന്റ് നേരിട്ട് കാണുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു എലമെന്റ് നമ്മളെ മനസ്സിലുണ്ടായത് കൊണ്ടാണ് നമുക്കത് അതിൽ ആക്ഷൻ എടുക്കാൻ പറ്റാത്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഓൾറെഡി നമ്മൾ ഉള്ളിലുള്ള പ്രോഗ്രാംസിനെയും ഉള്ളിലുള്ള അനുഭവങ്ങളെയും സാഹചര്യങ്ങളും വെച്ചിട്ട് നമ്മൾ ഉള്ളിൽ ഒരു ഫിയർ ആയിട്ട് അവിടെ കിടക്കുന്നുണ്ട്. അതുപോലെ നമ്മൾക്ക് അതിലൊരു പിന്നോട്ട് വലിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കതിൽ ഒരിക്കലും ആക്ഷൻ എടുക്കാൻ പറ്റൂല. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് എന്താണ്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 10 ആഗ്രഹങ്ങൾ എഴുതി വെക്കുക. ആ 10 ആഗ്രഹങ്ങൾ ഓൾറെഡി നടന്നതായിട്ട് ഫീൽ ഇറ്റ് ആൻഡ് മേക്ക് ഇറ്റ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഫീൽ ചെയ്യുമ്പോൾ അത് എന്തായാലും എക്സാക്ട്ലി, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്നൊരു ജോബ് അത്യാവശ്യമാണ്, അത് വേണം, അല്ലെങ്കിൽ ഇന്നൊരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യണം എന്നൊക്കെ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കാട്ടോ മുൻതൂക്കം കൊടുക്കേണ്ടത്. അപ്പൊ അത് ആഗ്രഹിച്ച് ഓൾറെഡി അത് കിട്ടിയതാവുമ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങൾ അത് സെലിബ്രേറ്റ് ചെയ്യുക. അപ്പൊ നിങ്ങളൊരു ഒരു അച്ചീവ്മെന്റ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, ലൈഫിൽ ഒരു അച്ചീവ്മെന്റ്, ഇന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ, അല്ലെങ്കിൽ ഇന്ന അവാർഡ് എനിക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ഓരോ മൊമെന്റും അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ മനസ്സിൽ വിഷ്വലൈസ് ചെയ്തിട്ട് അതിനു വേണ്ടി ഓൾറെഡി താങ്ക് യു എന്ന് പറയാം. അപ്പൊ ഇന്നത്തെ നമ്മളെ പ്രാക്ടീസ് വരുന്നതും എന്താന്ന് വെച്ചാല്, അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എന്റെ ലൈഫിൽ ഞാൻ ഒരാൾക്കും എന്നെ തളർത്താൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരാൾ എന്തെങ്കിലും പറയുമ്പോഴോ, അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് മോശമായിട്ട് സംസാരിക്കുമ്പോഴോ, അല്ലെങ്കിൽ മറ്റുള്ളവർ മാറി നിന്ന് നമ്മളെ കുറ്റപ്പെടുത്തുമ്പോഴൊക്കെ നമ്മൾ അതിൽ ഡൗൺ ആവുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ആരെങ്കിലും ഒന്ന് ടോക്ക് ചെയ്യുമ്പോൾ നിന്നെ കൊണ്ട് ഇതൊന്നും പറ്റൂല, നീ എവിടെ നിന്ന് എത്തൂല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അവിടെ ഡൗൺ ആവുന്നുണ്ടെങ്കിൽ നമ്മളെ സെൽഫ് വാല്യൂ, നമ്മൾ അത്ര നമുക്ക് സെൽഫ് വാല്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ആളുകൾ എന്തെന്നെ പറഞ്ഞാലും നമ്മൾ അത് തളർത്തൂല ഒരിക്കലും. നമ്മളെ അവരുടെ വാക്കുകൾ കൊണ്ട്, ഞാൻ ഒരു കാലത്ത് ഒരാളുടെ വാക്കുകളും അതുപോലെ ഒരാളുടെ നോട്ടൊക്കെ എന്നെ ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ തന്നെ ആരെങ്കിലും ഇത് ചെയ്യരുത്, ഇത് നിന്നെ കൊണ്ട് പറ്റൂല, അപ്പോ അവർക്ക് അവരുടെ എക്സ്പീരിയൻസ് വെച്ചായിരിക്കും അവർ പറയുന്നത്, അല്ലെങ്കിൽ അവർ നമ്മളെ നോക്കി കാണുന്ന രീതി അനുസരിച്ചായിരിക്കും നിന്നെ കൊണ്ടത് പറ്റൂല, നീ അതിന് കൊള്ളൂല, അങ്ങനെ നമ്മളെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു കാരണം അവർ നമ്മളുടെ ആഗ്രഹങ്ങളോ സ്വപ്നങ്ങളോ നമ്മളെക്കാൾ ലോ വൈബ്രേഷനിലുള്ള ആളുകളോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഒരു നമ്മളെ തളർത്താ ചെയ്യാം. അത് എന്നെ കൊണ്ട് പറ്റൂല, അതൊന്നും കുറെ ടൈം എടുക്കും, കുറെ ഇൻവെസ്റ്റ്മെന്റ് കൊടുക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ തളർത്തുക ചെയ്യാം. പക്ഷെ നമ്മളെക്കാൾ ഹൈ വൈബ്രേഷൻ ഉള്ള ആളുകളോട് നമ്മൾ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മൾ കൂടെ നിൽക്കും, നമ്മളെ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോ ശരിക്കും പറഞ്ഞാല് എന്നെ സംബന്ധിച്ച് ഞാൻ ഈ ഫീൽഡിലേക്ക് എത്തിയതിനു ശേഷം ഒരാള് എന്ത് പറഞ്ഞാലും എന്നെ തളർത്താൻ ഒരിക്കലും സാധ്യമല്ല. ഞാൻ പറഞ്ഞല്ലോ, എന്റെ ഞാൻ ലിമിറ്റ് ചെയ്തിക്കണ. അപ്പോ നിങ്ങൾ ഓരോരുത്തർക്കും ഓൺലി മൈൻഡാണ് നമ്മളെ ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മനസ്സിനെ തളർത്താൻ പറ്റാതെ, ഇപ്പോ എനിക്കൊരു ഉറച്ച മനസ്സുണ്ട്, അല്ലെങ്കിൽ എല്ലാത്തിനും പ്രാപ്തിയായി, എനിക്ക് എന്നിൽ വിശ്വാസമുണ്ട്, എനിക്ക് എന്നിൽ വാല്യൂ ഞാൻ നൽകുന്നുണ്ട്, എനിക്ക് എന്നിൽ എന്റെ വേർത്ത് ഞാൻ അറിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരാൾക്കും എന്നെ തളർത്താനോ, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന വിഷനിലേക്ക്, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങളിലേക്ക് എത്തിപ്പെടാനോ
ഒരാളും നമ്മളെ തളർത്തി, അല്ലെങ്കിൽ ഒരു വിഷൻ ഓറിയന്റഡ് ആയ ആളുകൾക്കൊക്കെ മുന്നോട്ട് ഒരുപാട് സഞ്ചരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഒരാൾ എന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ അതിൽ കാരണം അവരങ്ങനെ പറയുകയാണെങ്കിലും അതല്ലല്ലോ നമ്മള്, അവർക്ക് നമ്മളെ വാല്യൂ കൂട്ടി, നമ്മളെ സെൽഫ് വർത്ത് നമ്മൾ അറിഞ്ഞത് കൊണ്ട് തന്നെ നമ്മൾ ഉയർന്ന തലത്തിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ തലത്തിൽ ചിന്തിക്കാൻ അവർക്കൊന്നും സാധ്യമായിരിക്കൂല. അതുകൊണ്ട് തന്നെ അവരതിന്റെ നെഗറ്റീവ് എടുത്തിട്ടാണ് സംസാരിക്കുക. അപ്പൊ നമ്മൾ വീട്ടിലൊക്കെ നമ്മളിപ്പോ വലിയ ആഗ്രഹമാണ്, ആ ആഗ്രഹങ്ങളൊക്കെ വീട്ടിൽ ഷെയർ ചെയ്യുമ്പോൾ എന്തായാലും ഫസ്റ്റില് അവർ സപ്പോർട്ട് ചെയ്യൂല. പിന്നെ നമ്മൾ അച്ചീവ് ചെയ്യുമ്പോൾ എല്ലാവരും നമുക്ക് കൈയടിക്കാനും എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫീൽഡിലേക്ക് എത്തിയതിന് ശേഷമാണ് ഒരുപാട് കാര്യങ്ങൾ എന്താ അച്ചീവ് ചെയ്യാനും അതുപോലെ ആഗ്രഹങ്ങളൊക്കെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാനും, അതുപോലെ തന്നെ ഒരാള് വിചാരിച്ചാലും എന്നെ തളർത്താൻ പറ്റൂല. കാരണം അവരുടെ വാക്കുകളിൽ ഞാൻ തളരുന്നുണ്ടെങ്കിൽ ഞാൻ എനിക്ക് അത്ര വാല്യൂ നൽകിയിട്ടുള്ളൂ, അല്ലെങ്കിൽ എന്റെ ആഗ്രഹങ്ങൾക്ക് ഞാൻ അത്ര പൊസിഷൻ ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പണ്ടത്തെ എന്റെ പൊസിഷനൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ, ഒരാൾ എന്തെങ്കിലും പറയുമ്പോൾ അതിൽ ഡൗൺ ആവും, അതിന് വേണ്ടിയിട്ട് ഒരുപാട് സമയം വിഷമിച്ച് ഇമോഷണലി ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ അങ്ങനെ അതിനെ സംബന്ധിച്ച്, കാരണം ആ ഒരു ഫേസ് എനിക്ക് അത്യാവശ്യമായിരുന്നു. കാരണം അതൊക്കെ ഫേസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു എല്ലാം ഫേസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു സ്ട്രെങ്ത്തിലേക്ക് നമ്മൾ എത്തുന്നത്. ഇപ്പൊ നിങ്ങൾ ഏതൊരു അവസ്ഥയിലാണെന്നുണ്ടെങ്കിലും അത് ആ അവസ്ഥ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ മാത്രമാണ് അതിനേക്കാൾ വലിയൊരു ചലഞ്ചസ് നമ്മളെ ലൈഫിൽ വരുമ്പോൾ നമുക്കത് ഫേസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ലൈഫിൽ നടക്കുന്ന ഏതൊരു ഇഷ്യൂസും ഒരു ബ്ലെസ്സിങ്സ് ആയി, എവറിത്തിങ് ഹാപ്പൻ ഫോർ ബ്ലെസ്ഡ് റീസൺ എന്ന് പറഞ്ഞ പോലെ എല്ലാം ഒരു ബ്ലെസ്ഡ് ആയിട്ട് കാണാൻ നമുക്ക് പറ്റുക ലൈഫിൽ ചലഞ്ചസ് വരുമ്പോൾ അത് ഫേസ് ചെയ്യുമ്പോഴാണ്. അത് ഫേസ് ചെയ്യുമ്പോൾ പിന്നെ ഫുൾ ഈസിനെസ് ആയിക്കാരം. പിന്നെയും ചലഞ്ചസ് വരും, അതും ഫേസ് ചെയ്യും. അപ്പോൾ ചലഞ്ചസ് വരുന്നത് മുഴുവൻ നമ്മൾക്ക് എന്തോ അതിൽ ഒരു വലിയ പാഠം പഠിപ്പിക്കാനും അതുപോലെ ലൈഫിനെ ഒന്നുകൂടി ഈസി ആക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോ അപ്പോ പിന്നെ ആ ഒരു കാര്യം നമ്മൾ പറഞ്ഞു. അപ്പോ ഇന്നത്തെ പ്രാക്ടീസ് എന്ന് പറയുന്നത്, നിങ്ങളൊരു 10 നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഡിസയേഴ്സ് എടുത്തിട്ട് അത് ഓൾറെഡി നടന്നതായിട്ട്, ഇപ്പൊ ഓരോ ആഗ്രഹങ്ങൾ എടുക്കുന്ന അതിനെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്തിട്ട് ഫീൽ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾക്കൊരു കാശ്മീർ വിസിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു സ്നോ എന്താ പാർക്ക് വിസിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാ അത് ഓൾറെഡി സ്നോ ഒക്കെ ആദ്യമായിട്ട് സ്നോ ഫീൽ ചെയ്യുന്ന ഒരാൾ എങ്ങനെയായിരിക്കും, അതിന്റെ ഫീലിങ്സും അതിന്റെ അവിടെ നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസ് ഒക്കെ വിഷ്വലൈസ് ചെയ്തിട്ട് അതായത് നമ്മൾ ഓൾറെഡി അത് കിട്ടി, ഓൾറെഡി അത് നമ്മൾ അച്ചീവ് ചെയ്തു എന്നുള്ള. അപ്പോൾ അച്ചീവ്മെന്റ്സ് നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അത് അച്ചീവ് ചെയ്യുന്നതും ആളുകൾ നമ്മൾ കൈയടിക്കുന്നതും നമ്മളതൊരു സെലിബ്രേറ്റ് ആയി എടുത്ത് ആളുകൾക്ക് ട്രീറ്റ് കൊടുക്കുന്നതും, അങ്ങനെ ടോട്ടലി നമ്മൾക്കത് കിട്ടിയതായിട്ട് എങ്ങനെ വിഷ്വലൈസ് ചെയ്യുക, അതിനെ ഫീൽ ഇറ്റ് ആൻഡ് മേക്ക് ഇറ്റ് എന്നുള്ളതാണ്. ഫീൽ ചെയ്തുകൊണ്ട് റിയാലിറ്റിയിൽ അത് നമുക്ക് കൊണ്ടുവരുത്താൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നത്തെ പ്രാക്ടീസും അതാണ്, 10 ഡിസയേഴ്സ് എടുത്തിട്ട് അത് ഓൾറെഡി കിട്ടിയതായിട്ട് ഫീൽ ചെയ്യുക, അതിന് വേണ്ടിയിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോ നമുക്കറിയാം, ഇപ്പൊ എന്റെ ലൈഫിൽ പറയണ പോലെ തന്നെ എന്റെ എന്റെ ലൈഫിന്റെ കീ, അതുപോലെ എന്റെ ഹാപ്പിനെസിന്റെ കീ എന്റെ കയ്യിൽ തന്നെ ആയതുകൊണ്ട് തന്നെ ഒരാൾക്കും ആ ഹാപ്പിനെസ് തളർത്താനോ തകർക്കാനോ കഴിയൂല. അതിനിപ്പോ ആര് വിചാരിച്ചാലും അതിന് സാധിക്കൂല. കാരണം എന്റെ ഹാപ്പിനെസിന്റെ കീ എന്റെ കയ്യിലാണ്. അതുപോലെ നിങ്ങളൊക്കെ ഇപ്പൊ ഹാപ്പിനെസിന്റെ കീ പാർട്ട്ണർ അല്ലെങ്കിൽ പാരന്റ്സ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് അവരുടെ അടുത്താണ് നിങ്ങൾ ഹാപ്പിനെസിന്റെ കീ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു നോട്ടം പോലും അവരുടെ ഒരു സംസാരം പോലും അവര് ഓരോ റിജക്ഷൻസും, അല്ലെങ്കിൽ അത് മനുഷ്യരാണ്, എല്ലാവരും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ തന്നെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുകൾ ചിന്തിക്കണം, നമ്മൾ ആഗ്രഹങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ അവർ തയ്യാറാവണം എന്നൊന്നുമില്ല. ആരും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും നമ്മൾ നമ്മളെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുക. നമ്മളെ ഹാപ്പിനെസ്സിലേക്ക് നമ്മൾ അടുത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് 24 ഹവറും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റും. പക്ഷെ നമ്മളെ ഹാപ്പിനെസ്സിലേക്ക് വേറെ ആഴത്തിൽ കൊടുത്തു കഴിഞ്ഞാല് നമ്മൾ ആ കീ പൂട്ടുന്നതും തുറക്കുന്നതിനനുസരിച്ചായിരിക്കും നമ്മളുടെ ലൈഫിലുള്ള ഹാപ്പിനെസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ 24 ഹവറും ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന ഒരാൾക്ക് എപ്പോഴും ഫ്യൂച്ചറിൽ എന്താണ് നേടിയെടുക്കേണ്ടത്, അല്ലെങ്കിൽ എന്റെ ആഗ്രഹങ്ങൾ എന്താണ്, അല്ലെങ്കിൽ എന്താവാനാണോ ആഗ്രഹം അതായിരിക്കും ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഇപ്പത്തെ റിയാലിറ്റിയിൽ ഫേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രയാസങ്ങൾ ചിന്തിക്കാതെ ഫ്യൂച്ചറിനെ കുറിച്ച്, അല്ലെങ്കിൽ എന്തായി തീരണം, എന്താവാനാണ്, എന്തിലേക്കാണ് ഫോക്കസ് വേണ്ടത്, അത് ചിന്തിക്കാൻ പറ്റുന്ന ആളുകൾക്കാണ് അത് റിയാലിറ്റിയിൽ കൊണ്ടുവരുത്താൻ പറ്റുക. എന്ത് കാര്യം ആദ്യം നടക്കുന്നതും മനസ്സിന്റെ ചിന്തയിലാണ്. അപ്പോ എന്താ ആ ചിന്തയിൽ സംഭവിച്ച കാര്യം മാത്രമേ റിയാലിറ്റിയിൽ സംഭവിക്കുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടണം, എന്താവണം, എന്ത് നേടിയെടുക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അത് ആദ്യം മനസ്സിൽ കൊണ്ടുവരിക.
അത് മനസ്സിൽ വിഷ്വലൈസ് ചെയ്ത് അതിനെ ഫീൽ ചെയ്യുക, അതിനെ ഫീൽ ചെയ്തുകൊണ്ട് ഗ്രേറ്റ്ഫുൾ ആവുക എന്നുള്ളതാണ് ഇന്നത്തെ പ്രാക്ടീസ്. അപ്പൊ എല്ലാവർക്കും പ്രാക്ടീസസ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ലൈഫിൽ ഒരു പ്രോപ്പർ ആയിട്ട് ഒരു ഗൈഡൻസിലൂടെ ഒരു ലൈഫ് ട്രാൻസ്ഫോർമേഷൻ ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് ബാച്ച് വരുന്നത് ഫെബ്രുവരി 28 നിങ്ങൾക്ക് ആ ഒരു കോച്ചിങ്ങിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ലൈഫിന്റെ ക്ലാരിറ്റി കിട്ടും. ഇപ്പൊ നിങ്ങൾ ഏത് അവസ്ഥയിൽ നിൽക്കുകയാണെങ്കിലും അതിൽ നിന്നൊക്കെ ഒരു പൂർണ്ണമായ ഒരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഓപ്പർച്യൂണിറ്റീസ് സ്വീകരിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ഡയറക്റ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അതിൽ നിങ്ങളുടെ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ ടിപ്സുകളും സെഷൻസും ക്ലാസ്സുകളും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ നെക്സ്റ്റ് ബാച്ചിൽ ജോയിൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫെബ്രുവരി 28 സൂമിലാണ് സെഷൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ താഴെ കാണുന്ന കോൺടാക്റ്റിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അവിടെ തരുന്നതാണ്. അപ്പോൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുത്താൻ ഇതൊരു കാരണമാവട്ടെ. All the best. Thank you so much.